السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, സഹോദരിമാരെ, നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, ഇന്നലെ നാം ഫതുഹുൽ മുഈന്റെ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഭാഗത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇന്നലെ നാം ഹദസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതില് നിസ്കാരം, തവാഫ്, സുജൂദ്, അതുപോലെ തന്നെ സുജൂദ് ശുക്റിന്റെ സുജൂദായാലും തിലാവത്തിന്റെ സുജൂദാണെങ്കിലും അതൊക്കെയും ഹറാമാണ്. മുസഹഫിനെ ചുമക്കല്, അതായത് മുസഹഫ് എഴുതപ്പെട്ടതിനെ ഒക്കെ ചുമക്കല് എന്നൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ മുസഹഫ് എഴുതപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇന്ന് നിലവില് ചില രാഷ്ട്രങ്ങളിലൊക്കെയും ഖുർആനിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലുള്ള ആയത്തുകളൊക്കെ ചില റിയാലുമേ ഒക്കെയും എഴുതി വെച്ചതായിട്ട് കാണാറുണ്ട്. അങ്ങനെ കാണും. അതുപോലെ ഖുർആനിക ആയത്തുകൾ ചിലപ്പോൾ തമായിമായിട്ട് എഴുതാം. തമായിമ് ഒരു വലിയ വിഷയമാണ്. ഏലസ്, ഐക്കല്ല്, ഉറുക്ക് എന്നൊക്കെ. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസിനകത്ത് തന്നെ എല്ലാ ഗ്രന്ഥങ്ങളിലും, നമ്മുടെ ഫിഖ്ഹു ശാഫിഈ അതുപോലെ തന്നെ മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും, അതുപോലെ ഏലസ് ഒരു നിലക്കും കെട്ടാൻ പാടുള്ളത് ഹറാമാണ് എന്ന് പറയുന്നവരുടെ, യഥാർത്ഥത്തില് അത്തൗഹീദ് എന്ന ഇബ്നു ബാസ് എന്നവരുടെ, അബ്ദുൽ വഹാബ് എന്നവരുടെ ഒക്കെ ഗ്രന്ഥങ്ങളിലും ഒക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. അതില് ഖുർആന് അല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഖുർആന് പോലുള്ളതാണെങ്കിൽ, ഷിർക്ക് ഇല്ലാത്തതാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് അവിടെയൊക്കെയും വ്യക്തമാക്കിയിട്ടുണ്ട്. മസ്അല യഥാർത്ഥത്തിൽ അങ്ങനെ ഉറുക്ക് എഴുതണോ എഴുതണ്ടേ, രണ്ടഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ യജൂസു എന്ന അഭിപ്രായം ഈ പറഞ്ഞ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് ആ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലും സ്ഥലം പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അത് എഴുതപ്പെട്ടതിന് തൊടാനോ ചുമക്കാനോ വുളു വേണോ വേണ്ടയോ എന്നതാണ്. അതിന്റെ വിശദമായ വിവരണവും നമുക്കറിയാം. അൻവാറില് ഫിഖ്ഹു ഷാഫിയാണ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവിടങ്ങളിൽ കാണാം, അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് അതിന് വുളു വേണ്ട, അത് വുളു ഇല്ലെങ്കിൽ ചുമക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കാണാം. കാരണം അവിടെ ഉണ്ട് ആ വലൗകാനൽ മക്തൂബ് ആയത്തൻ ഔ ബഅദഹ വദാലിക ലൗഹി വഗൈരിഹി എന്നുണ്ട്. അതായത് പലക പോലെ, അതുപോലത്തതുപോലെ. എന്നിട്ട് പറഞ്ഞു ബി ഖിലാഫി മാ കുതിബ ലിഗൈരി ദാലിക, അതായത് ഈ പറയപ്പെട്ടത് അല്ലാത്തതിന് വേണ്ടി എഴുതപ്പെട്ടത് എന്നാണ്. നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ് പറയുന്നത്. അതായത് പിന്നെ തമായിമ്, അതുപോലെ തന്നെ പിന്നെ വമാ കുതിബ അലൻ നഖദി, ഈ ഫുലൂസുകളുടെ മേലൊക്കെ എഴുതപ്പെട്ടത് ഫഇന്നഹു ലാ യഹ്റുമു മസ്ഹു, അതിനെ തൊടല് ഹറാമില്ല എന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ ആദ്യം ഇന്നലെ ഫതുഹുൽ മുഈൻ തന്നെ പിന്നെ ഇബാറത്ത് സഹിതം മനസ്സിലാക്കിയത്, അതായത് യഹ്റുമു മസ്ഹു വഹംലി മാ കുതിബ ലിദിറാസത്തിൻ എന്നാണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും ഖുർആൻ എഴുതപ്പെട്ടതിന് ചുമക്കല് അതെന്താണ്, അതിനെ തൊടലും ഹറാമാണ് എന്ന്. പക്ഷെ ഇങ്ങനെ എഴുതപ്പെട്ടതാണെങ്കിൽ അതില് ഹറാം ഇല്ല എന്നാണ് പിന്നെ നമ്മുടെ ഫിഖ്ഹു ഷാഫി നമുക്ക് വ്യക്തമാക്കി തന്നത്. അത് പ്രത്യേകിച്ചും ഈ ഇബാറത്ത് കൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ മാ കുതിബ അലൻ നഖദി ഫഇന്നഹു ലാ യഹ്റുമു മസ്ഹു എന്നാണ്. അപ്പൊ അങ്ങനെ ചില രാഷ്ട്രങ്ങളിൽ ഉണ്ട് താനും. അപ്പൊ അവിടെ സംശയം ഉദിപ്പിക്കേണ്ടതില്ല, അത് തുടല് ഹറാമില്ല. പക്ഷെ എങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെയും മുസ്തഹബ് സുന്നത്താണ് വുളു ഉണ്ടായിരിക്കുക എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുമാണ്. അങ്ങനെയാണ് അതിന്റെ മസല വരുന്നത്. അതുപോലെ തന്നെ ഈ മുസാഫിൽ ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞ പോലെ തന്നെ മുസാഫ് എഴുതിയത് ചിലവരൊക്കെ അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടിയിട്ട് അത് തലയുടെ ചുവട്ടിൽ വെക്കുക, അവിടെ വെക്കുക, ഇവിടെ വെക്കുക എന്നുള്ളൊക്കെ ചില രീതികൾ കാണാം. പക്ഷെ വളരെ വ്യക്തമാണ്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യലും അത് തന്നെയാണ്, തെറ്റാണ്, ഹറാമ് തന്നെയാണ്. അങ്ങനെ വെക്കാൻ പാടില്ല. അത് വരഞ്ഞ് കുഴിച്ചിടുന്ന വിഷയങ്ങൾ പറയും വേണ്ട. അതും വളരെ വ്യക്തമായിട്ട് അൻവാറിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വയഹറുമു തവസ്സുദുഹു എന്നാണ്, മുസഹഫിനെ തലയിണയാക്കി വെക്കുക. അത് ജാലുഹു വിസാദത്ത് എന്നാണ്. വയൽ മഹദ്ദ, അതായത് നമ്മുടെ തലയിണ എന്നർത്ഥം.
അതായത് തലയിണക്ക് താഴെ വെക്കുക, തലയിന് ഉള്ളിൽ വെക്കുക. അത് ഖുർആൻ മുഴുവനും വെക്കലാവട്ടെ, അതിനൊരു ആയത്താവട്ടെ, ഒരു ഹർഫാണെങ്കിൽ പോലും അതിന്റെ നിയമം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെല്ലാം തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ അപ്പൊ അതാണ് തവസ്സുദ് ചെയ്യല്, അത് തെറ്റാണ്, ഹറാമാണ്. അതായത് തലയുടെ അടിയിലോ മറ്റോ ഒക്കെ വെക്കുന്നത് ഹറാമാണ്. അതുപോലെ പിന്നെ ഇപ്പൊ വുളു ഇല്ലാത്ത ഒരാളാണ്, ആള് നജസിൽ വീഴുന്നതായിട്ട് മുസാഫിനെ കണ്ടു. അങ്ങനെ വരുന്ന സമയത്ത് വുളു ഇല്ലാതെ അതിന് തൊടാം, എടുക്കാം. അല്ലെങ്കിൽ തീയിൽ വീഴുന്നതായിട്ട് കാണാണ്, അല്ലെങ്കിൽ തീ കത്തും എന്ന് കണ്ടാൽ അപ്പോൾ വുളു നോക്കണ്ട, എടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൽ വീട് നശിക്കുന്നതായിട്ട് കണ്ടാലോ അപ്പോഴും എടുക്കണം. അതല്ലെങ്കിൽ മറ്റ് അന്യമതസ്ഥരുടെ കയ്യിൽ പെടുകയാണ്, അത് തെറ്റാണല്ലോ, അപ്പൊ അതിനെടുക്കണം. അത് അവരെന്നെ ദുരുപയോഗം ചെയ്യും എന്നതാലും ചെയ്യില്ല എന്നറിഞ്ഞാലും അത് എടുത്ത് മാറ്റണം. അപ്പോൾ വുളു നിർബന്ധമില്ല, വുളു ഇല്ലാതെ എടുക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത വിഷയം, വയഹറുമു തംകീനു ഗൈറുൽ മുമയ്യിസ്. മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. മുമയ്യിസ് അല്ലാത്ത കുട്ടിയാണ്, 4 വയസ്സ് 3 വയസ്സായ കുട്ടികള്. അപ്പൊ ചിലപ്പോ വീട്ടില് കരയും കുട്ടികൾ മുസാഫ് കാണുമ്പോ, അപ്പോ അതെടുത്ത് കയ്യിലാണ് കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. മിൻ നഹവി മുസഹഫിൻ, മുസഹഫ് പോലോത്തതിനെ എന്നാ പറഞ്ഞത്. അപ്പൊ മുസഹഫ് പോലോത്തെന്ന് പറഞ്ഞാല് പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങള്, അതല്ലെങ്കിൽ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങള്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ഇനി കുട്ടികൾ പഠിക്കുന്ന മദ്രസ പുസ്തകങ്ങളാണെങ്കിലും കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ നഹവും ഇതൊക്കെ ഒന്നിൽപ്പെട്ടത് തന്നെയാണ്. വലു ബഅദ ആയത്തിൻ, അതൊരായത്തിന്റെ ബഅദ് കുറച്ചാണെങ്കിലും ശരി, അല്ലെ ഒരു ഹർഫാണെങ്കിലും ശരി. ഇന്നലെ ഖുർദിയിലെ ഇബാറത്ത് പറഞ്ഞ പോലെ ഒരു ഹർഫാണെങ്കിലും ഖുർആൻ എന്നുള്ള നിലക്ക് അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. വ കിതാബത്തിൻ, പിന്നെ എന്തും ഹറാമാണ്. വ കിതാബത്തി, ആ ഖുർആനിനെ എഴുത ബിൽ അജമിത്തി, അനറബി ഭാഷയിൽ. അറബി അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മലയാളത്തിലോ അതല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ ഫാരിസിയിലോ മറ്റുള്ള ഏതെങ്കിലും ഭാഷയിൽ എഴുതുന്നത് ഏതാണ്, തെറ്റാണ്, ഹറാമാണ്. ഇനിയിപ്പോ വദഉ നഹവി ദുർഹമ് പോലോത്തതിനെ വക്കലും അത് തംകീനും ഹറാമാണ്. പിന്നെ കിതാബത്ത് അജമിയലാകലും ഹറാമാണ്. ദിർഹം പോലോത്തതിനെ വക്കലും എന്തെന്നെയാണ്, ഹറാമാണ്. ഫി മക്തൂബി, ഖുർആൻ എഴുതപ്പെട്ടതില് എന്ത് വെക്കുക, മക്തൂബ് ഉണ്ടല്ലോ മുസാഫിൽ എഴുതപ്പെട്ടതില്, അതിൽ കൊണ്ടുപോയിട്ട് ഏത് വെക്കുക, പിന്നെ കാശ് പോലത്തൊക്കെ കൊണ്ടുപോയി സൂക്ഷിക്കൽ തെറ്റാണ്. ഇനി മുസാഫ് വെക്കാനായിട്ടുള്ള ഒറന്റെ ഉള്ളിലാണെങ്കിലും ജിൽദിന്റെ ഉള്ളിലാണെങ്കിലും ഒക്കെയും ഈ ഹുക്കുമുണ്ട് എന്ന് ഷറഹിന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇൽമിൻ ഷറഅയ്യായ ഇൽമ്, അതായത് തഫ്സീറിന്റെ ഇൽമാണ്, അല്ലെങ്കിൽ ഹദീസിന്റെ ഇൽമാണ്, അല്ലെങ്കിൽ ഫിഖഹിന്റെ ഇൽമാണ്, അതിലും കൊണ്ടുപോയി വെക്കൽ തെറ്റാണ്. അതുപോലെ തന്നെ വഖദാ ജഅലുഹു, എന്ത്, ഈ ഖുർആനിനെ വെക്കുക, അല്ല ഈ നഹവിനെ, അതായത് ദിർഹം പോലോത്തതിനെ, ദിർഹമോ ധനാനൂറോ അല്ലെങ്കിൽ വേറെയുള്ള കടലാസുകളോ വേറെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കിട്ടുന്ന ചില കടലാസിന്റെ പീസോ നെയിം സ്ലിപ്പോ പോലത്തൊക്കെ കൊണ്ടുപോയി വെക്കുക. ബൈന ഔറാഖിഹി, മുസാഹഫ് എഴുതിയിട്ടുള്ള ആ കടലാസുകളുടെ ഇടയിൽ കൊണ്ടുപോക്കലും ഒക്കെയും എന്താണ്, തെറ്റാണ് എന്നർത്ഥം. ഖിലാഫുൽ ഷെയ്ഖന, നമ്മുടെ ഷെയ്ഖനക്ക് എതിരായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരളവ് അവരിന്ന് കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ഈ പറഞ്ഞ ജവാബില് അതില് കുറച്ച് വിശദമായിട്ടുണ്ട്, പക്ഷെ എന്നാലും വലഹാസിലെ ആകത്തുക അവസാനം എത്തുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാകും. അപ്പൊ അതാണ് ഖിലാഫുൽ ഷെയ്ഖന എന്ന് പറഞ്ഞത്. അപ്പൊ എവിടെയെങ്കിലും അങ്ങനെ കണ്ടാൽ ഈ മസല ആയിരിക്കും അത് എന്നും മുഅ്തമദ് വെക്കാൻ പാടില്ലത് ഹറാമ് തന്നെയാണെന്നാണ്. വ തംസീഖിഹി, എന്ത്, ആ ഖുർആൻ എഴുതിയതിന് എന്തൊക്കെ പിച്ച് ചീന്ത, അബസൻ വെറുതെ ചീന്തി കളയുന്നത് അതേതാണ്, തെറ്റാണത്, ഹറാമാണ്. തംസീഖ് ചെയ്യാൻ പാടില്ല. ഖുർആനെ ഒരിക്കലും ചീന്തലോ അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ കരിക്കലോ പോലുള്ള ഒക്കെ ഏതാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്യലേതാണ്, അത് തെറ്റാണ്, അത് ഹറാമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതേതുപോലെ ഖുർആൻ എഴുതിയ പിന്നെ നക്ഷകളുള്ള പിന്നെ മരക്കഷ്ണങ്ങളുണ്ട്, അതൊക്കെ എന്താവുക, കൊണ്ടുപോയിട്ട് കത്തിക്കുക. ഇതൊക്കെ ചെയ്യൽ തെറ്റാണ്. അതൊക്കെ ഈ വിഷയത്തിൽ തന്നെയാണ് വരുന്നത്. ആ വിഷയം തന്നെ പ്രതിപാദിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഷറഹിൽ കാണാം. യുക്റഹു കുത്തുബുൽ ഖുർആനി അലാ ഹായത്തിൻ, ചുമരിന്റെ മേലൊക്കെ ഖുർആൻ എഴുതൽ കറാഹത്താണ്. അത് പള്ളിന്റെ വലവുലി മസ്ജിദിന്, പള്ളിന്റെ ആണെങ്കിൽ വ സിയാബിന്, വസ്ത്രത്തിന്റെ മുകളില്, വ തആമിന്, ഭക്ഷണത്തിന്, വ നഹവി ദാലിക എന്നിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. വൈദ്യുതി ഹദമുൽ ഹായിത്തി വ ലബ്സു സോബി, അതായത് ആ ഹായത്തിനെ പൊളിക്കൽ അപ്പോൾ അനുവദനീയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കൽ ഹലാലാണ്. അഖിലിൽ ത്വആമി, ഭക്ഷണം അത് കഴിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതെല്ലാം ചെയ്യല് കറാഹത്തിന്റെ, പക്ഷെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്, ഹറാമാണ്. അല്ല ഇങ്ങനെ അതിനെ പൊളിക്കലും അതുപോലെ തന്നെ വസ്ത്രം ധരിക്കലും ഒക്കെ എന്താണ്, ഹലാലാണ്, ജായിസാണ് എന്ന് നമുക്ക് കാണാം. അതേ സമയത്ത് ഖുർആൻ ഒരു പാത്രത്തിൽ എഴുതി അത് കുടിച്ചു എന്തിനു വേണ്ടിയിട്ട്, ഷിഫാക്ക് വേണ്ടിയിട്ട്, അത് കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഹറാമില്ല എന്നാണ്.
പക്ഷെ എങ്കിലും ഫത്താവയിൽ ഒരു ഹറാമിന്റെ ഒരു ഭാഗം അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ എവിടെയെങ്കിലും മസല കാണുമ്പോൾ ഹറാമെന്ന് കേട്ടാൽ ഈ ഫത്താവയിൽ ഉണ്ടായ ഒരു മസലയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് മുഅ്തമദ് തന്നെയാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിലാക്കിയിട്ട് കഴിക്കലും അതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കലും ഒക്കെ ഏതാണ് അതില് കറാഹത്ത് ഇല്ല, അതങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഏത് അപ്പൊ നമ്മൾ തംസീഖിയ അബസൻ വെറുതെ ഒരു കാര്യവുമില്ലാതെ അതിനെ പിച്ച് ചിന്തി കളയുക, അതൊക്കെ ഏതാണ് തെറ്റാണ്. വബൽഇമ കുത്തിബ അലൈഹി, വബൽഇമ ഒന്നിനെ വിഴുങ്ങുക, കുത്തിബ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട് അലൈഹി ആ ഒന്നിന് മേൽ, അങ്ങനത്തെ ഖുർആൻ എഴുതപ്പെട്ട ഒരു കടലാസ് അല്ലെങ്കിൽ അതുപോലുള്ള സാധനം എന്തൊക്കെ വിഴുങ്ങുക, അതും എന്താണ് തെറ്റാണ്. പക്ഷെ ഏതല്ല വലാശുബുമായി ഖുർആൻ എഴുതിയതിനെ മായ്ച്ചു കുടിക്കൽ അല്ല, അത് തെറ്റില്ല. മായ്ച്ചു കുടിക്കുന്നതിന് അതാണ് മഹു എന്ന് നമ്മൾ അറബികളുടെ വാക്കിൽ കേൾക്കാം, മഹു ചെയ്യുക, പിഞ്ഞാണ് എഴുതി കുടിക്കുക, അതിന് തെറ്റില്ല. അത് സുന്നത്തും കൂടി ഉണ്ട് ചില സന്ദർഭങ്ങളിൽ, അതാണ്, അതിന് തെറ്റില്ല എന്ന് മനസ്സിലാക്കണം. ഇനി വേറെ വിഷയമാണ്. അപ്പൊ മദ്ദുർ റിജിലിൽ മുസഹഫി, മുസഹഫിന്റെ നേരെ കാല് നീട്ടലാവുന്ന മാലം ഞക്കുൻ അല മുർത്തഫിൻ. ഇപ്പൊ നമ്മൾ താഴെ ഇരിക്കുന്നു, മുസഹഫ് ഇരിക്കുന്നത് മുകളിലാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ കാല് നീട്ടിയാല് ഏതല്ല കുഴപ്പമില്ല. അതേ സമയത്ത് നമ്മൾ നേരെ മുമ്പിൽ ഖുർആൻ കാണുകയും ഖുർആന്റെ മുമ്പിലേക്ക് കാല് നീട്ടലും തെറ്റാണ്. മാത്രമല്ല ഹനഫി മദ്ഹബുകാര് ഒരാൾ ഇരിക്കുന്നെങ്കിൽ അയാളുടെ ബാക്കിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയില്ല, ഓലും കൂടി അപ്പൊ അവിടെ ഒരു കിബിലല്ല നോക്കുക, ഖുർആനെ നോക്കിയിട്ട് ഒരു തിരിഞ്ഞിരിക്കുക. അപ്പൊ പള്ളിയിലൊക്കെ കാണാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞിരിക്കുന്നത്, അത് ഖുർആനിനെ ഇഹ്തിറാം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മദ്ദുർ ഏതാണ് മുർത്തഫിയായ സ്ഥലത്ത് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതേതാണ് ഹറാമാണ് എന്ന് പറയുന്നത്. മദ്ദുർ റിജിൽ മുസ്തഫി, മുസ്തഫിന്റെ നേരെ കാലം നീട്ടുക, മറിയക്കുന മുർത്തഫിൻ ഉയർന്ന സ്ഥലത്തല്ലാത്ത സമയത്ത്. അപ്പൊ അത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, വൈസുന്നൽ ഖിയാമുലഹു, ഖുർആനിനെ കാണുമ്പോൾ എന്ത് വേണം, എഴുന്നേറ്റിക്കൽ സുന്നത്താണ്. കൽ ആലിമി, ഒരു ആലിമ് വരുമ്പോൾ എഴുന്നേറ്റിക്കൽ സുന്നത്തല്ലേ, കണ്ടില്ലേ? ആലിമിനെ കാണുമ്പോൾ എഹ്തിറാം ചെയ്യണോ ചെയ്യണ്ടേ, അതാ നമ്മുടെ ഫത്വയിൽ തന്നെ വിശദീകരിച്ചിരുന്നു. ബൽ ഔല, ആലിമിനെ കാണുമ്പോൾ എഴുന്നേൽക്കൽ സുന്നത്താണ് എങ്കിൽ ഖുർആനെ കാണുമ്പോൾ അതിനെക്കാട്ടിലും ഔലബിയത്തെ നിരക്ക് ഏറ്റവും മഹക്കായിട്ട് ബന്ധപ്പെട്ടതാണ് എഴുന്നേൽക്കുന്നിരിക്കുക എന്ന് പറഞ്ഞത്. വയുക്കുറഹു, ഇതാ വിഷയം മനസ്സിലാക്കുക. വയുക്കുറഹു ഹർക്കുമാ കുത്തിബ അലൈഹി, ഖുർആൻ എഴുതിയ ഒന്നിനെ കരിച്ചു കളയിൽ കറാഹത്താണ്. ഇല്ലാലി ഗർളി നഹ്വി സിയാനത്തിൻ, സൂക്ഷിക്കുക പോലത്തെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ. അതായത് അത് ചന്ന ഭിന്നമായിട്ടുണ്ട്, ഇനി അത് എടുത്തു വെച്ചാൽ ഒന്നിനും പറ്റില്ല, അത് പാറിപ്പറന്ന് എവിടെയെങ്കിലൊക്കെ നദിച്ചിലൊക്കെ പോയി ചാടും, ഇങ്ങനെ വരുമ്പോൾ എന്താവാം, അതിനെ കരിക്കാം, അത് ശുദ്ധമായ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഫഗസ്ലുഹു ഔല, ഇങ്ങനെയാണെങ്കിലും കറാഹത്താണ്, പക്ഷെങ്കിൽ അപ്പൊ കഴുകലാണ് അതിന് ഏറ്റവും നല്ലത്. ഔലാമിനുഹു, ഹർക്കിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എന്താണ്, കരിക്കിനെക്കാട്ടിലും നല്ലത് എന്താണ്, അപ്പോഴും അതിനെ എന്ത് ചെയ്യലാണ്, ഗസ്ല്, കഴുകലാണ്. വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതെന്താക്കുക, ശുദ്ധിയുള്ള വെള്ളത്തിൽ കൊണ്ടുപോയിടുക, ഒഴുക്കിലിടുക, ഇതൊക്കെയാണ് നല്ലത് എന്നർത്ഥം. വയഹറുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാവും, വലിയ അശുദ്ധിയുള്ള ആൾക്ക് ഹറാമാണ്. അൽ മുക്സു ഫിൽ മസ്ജിദ്, പള്ളിയിൽ താമസിക്കല്. വഖിറാഅത്തു ഖുർആനിൻ, ഖുർആനിനെ ഓതുക. ബി ഖസ്ദിഹി, ഖുർആനാണ് എന്ന ഉദ്ദേശത്തോട് കൂടെ ഓതുക. എന്നാല് പിന്നെ ദുആകളിലോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ചെല്ലുന്നതോ സ്വലാത്തുകളോ ദിക്റുകളോ പോലുള്ളത് ഒരു കുഴപ്പവുമില്ല. ഇനി ഖുർആന് ആണ്, പക്ഷെങ്കിൽ അത് നമ്മള് യാത്രക്കൊക്കെ പോകുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ റബ്ബിനാ ലമുൻഖലിബൂൻ പോലുള്ളത് ആയത്ത് തന്നെയാണ്. അത് നമുക്ക് ഓതുന്നതിന് കുഴപ്പമില്ല. ദുആകളിൽ വരുന്നതും നമുക്ക് ദുആ ചെയ്യാം, അതിന് കുഴപ്പമില്ല. റബ്ബിർഹുമ്മ കമാ റബ്ബയാനി സഗീറ പോലത്തൊക്കെ ദുആയാണ് എന്ന കസ്തോട് കൂടെ. എന്നാൽ നമുക്കറിയാം തൊഹ്ഫയിലും മറ്റൊക്കെയുള്ള വിശദീകരണത്തിലും ഉണ്ട്, ഖുർആന് അല്ല ഒരു ദിക്റാണ് എന്ന കസ്തോട് കൂടെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ഓതാം. പക്ഷെ ആ കസ്ത് ഉണ്ടാവേണ്ട ആരാണ്, ഖാസിദിന്റെ നിബന്ധനയാണ്, പറയുന്ന ആളതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് വന്നോ ഇല്ലെന്ന് അയാളെ തീരുമാനിക്കണം. അപ്പൊ അത് വരാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് മസ്അല അത് പ്രതിപാദിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാനുമുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യാം. അതേ സമയത്ത് മനസ്സിൽ അങ്ങനെ നടത്തുന്നതിന് കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമല്ല, മനസ്സിൽ നടത്താം. ഇപ്പൊ ഒരു നിഫാസുകാരത്തെയാണ്, ഹൈലുകാരത്തെയാണ്, അതല്ലെങ്കിൽ ജനാപത്തുകാരാണ്, അപ്പോ അവരെ മനസ്സിൽ ഇങ്ങനെ നടത്തിയതിന് കുഴപ്പമില്ല. പക്ഷെ നാവ് കൊണ്ട് ഉച്ചരിക്കൽ തെറ്റാണ്. പോലെ ബാധ ആയത്തിന്, ഒരു ആയത്തിന്റെ ബാധ കുറച്ചാണെങ്കിലും ശരി എന്നർത്ഥം. വി ഐസു യസ്മാഉ നഫ്സഹു, അവന്റെ ശരീരത്തിനെ കേൾക്കുന്ന സ്ഥിതി കണ്ടിട്ട് ചെയ്യാൻ പാടില്ല. വലോ സ്വബീയൻ, അത് കുട്ടിയാണെങ്കിലും ശരി, ഒരു കുട്ടിയാണ് പക്ഷെ ജനാപത്തുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് വിട്ടുവീഴ്ചയുണ്ട്, പക്ഷെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഖിലാഫൻ ലിമാ അഫ്താ ബിഹി നബിയു, നബിമാൻ തങ്ങൾ ഫത്വ കൊടുത്ത ഒന്നിന് എതിരായിട്ട്, അതായത് നിഹായയിലും അതുപോലെ തന്നെ ലുബാബിലും ഒക്കെ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്.
അപ്പോ വയഹറുമു ബിൽ ജനാബത്തി അൽ മുക്സുഫിൽ മസ്ജിദ് വ ഖിറാഅത്തുൽ ഖുർആനി ബി ഖസ്ദിഹി എന്ന വിഷയം നമ്മൾ പറഞ്ഞു. വലോ ബഅദ ആയത്തിന്റെ ഒരു ആയത്തിന്റെ കുറച്ചാണെങ്കിലും ശരി, അതൊരു ഹർഫാണെങ്കിലും ശരി, അവന് പിന്നെ ഖിറാഅത്തിൽ തുടർന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുക. അതുകൊണ്ട് അത് ഒക്കെ ഹറാമ് തന്നെയാണ് എന്നാണ് നമ്മുടെ ഇബാറത്തിലൂടെ നമുക്ക് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ്. വയഹറുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകും. അൽ മുക്സുഫിൽ മസ്ജിദ്, പള്ളിയിൽ താമസിക്കൽ, വ ഖിറാഅത്തു ഖുർആൻ ഓതബി ഖസ്ദി ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പൊ ഇനി ഒരാൾ പള്ളിയിലാണ്, പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ജനാബത്തിന്റെ അത് ഇസ്കലിന് എന്തുണ്ടായി, അങ്ങനെയാണെങ്കിൽ ലറൂറത്തിന്റെ സമയമാണെങ്കിൽ അത് ജവാസാണ്. കാരണം അപ്പൊ പുറത്തേക്ക് പോരണ്ടേ, അപ്പോഴും പള്ളി കൂടി തന്നെയല്ലേ പോരേണ്ടത്, അപ്പോൾ അത് ജായിസാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഈ മസലയിൽ ഇമാമിന് ചില ഖിലാഫ് ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ ഖിലാഫിനെക്കാട്ടിലും മുഅ്തമദ് ഈ മസലയാണ്. അതാണ് ഇവിടെ മുസന്നിഫ് എടുത്ത് പറഞ്ഞു തന്നത് എന്ന് മനസ്സിലാക്കണം. വബിനഹവി ഹൈലൻ, ഹൈല് പോലോത്തത് കൊണ്ടും ഹറാമാണ്. പിന്നെന്തുകൊണ്ടല്ല, ലാ ബി ഖുറൂജി ത്വൽഖിൻ, അതായത് ദമി ത്വൽഖിൻ എന്നർത്ഥം. അതായത് പ്രസവ വേദനയുടെ രക്തം പുറപ്പെടൽ കൊണ്ടല്ല, ഹൈല് കൊണ്ട്. പിന്നെ ഏതുകൊണ്ടല്ല, നിഫാസ് കൊണ്ടുമല്ല. നിഫാസിന്റെ രക്തം ഒന്ന് വേറെ, പ്രസവ വേദനയുടെ രക്തം ഒന്ന് വേറെ. അപ്പൊ പ്രസവ വേദനയുടെ ആ രക്തവും പുറപ്പെടൽ കൊണ്ട് ഹറാമല്ല വരുന്നത്. നിഫാസ് കൊണ്ടോ ഹൈല് കൊണ്ടോ ഒക്കെ എന്താവും, ഹറാമാവും. എന്ത് ഹറാമാകും? സ്വലാത്തുൻ, നിസ്കാരം ഹറാമാണ്. വ ഖിറാഅത്തുൻ, ഖുർആൻ ഓതൽ ഹറാമാണ്. വ സൗമുൻ, നോമ്പ് നോൽക്കലും ഹറാമാണ്. പക്ഷേ വയജിബു ഖളാഉഹു, നോമ്പിനെ ഖളാ വീട്ടലും നിർബന്ധമാണ്. ലസ്വലാത്തി, ഏതിനെയല്ല, നിസ്കാരത്തെ ഖളാ വീട്ടേണ്ടതില്ല. ബൽ എന്നല്ല, യഹറമു ഖളാഉഹു, നിസ്കാരം ഖളാ വീട്ടൽ ഹറാമാണ്. അലൽ ഔജ്ഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം അത് ഹറാമും കൂടിയാണ് എന്നാണ് വിഷയം. അപ്പോ ചുരുക്കത്തില് വുളു ഇല്ലാത്ത ആൾക്ക് ഹറാമായ വിഷയങ്ങളാണ് ഇന്നലെയും ഇന്നും നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഏകദേശം ഭാഗങ്ങളെല്ലാം നമുക്ക് അതിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ത്വഹാറത്തിനെ കുറിച്ച്, രണ്ടാമത്തെ ത്വഹാറത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ ഖൈറിനെ പറയാനും അത് കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അക്ബർ.